നമുക്ക് ടെർഷ്യറി സെക്ടർ എന്താണെന്ന് നോക്കാം. അതായത് പ്രൈമറി സെക്ടറിനെ സെക്കൻഡറി സെക്ടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടെർഷ്യറി സെക്ടർ ഉള്ളത്. നമ്മുടെ ടെർഷ്യറി സെക്ടർ നിലകൊള്ളുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ പ്രൈമറി സെക്ടറായ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് നമ്മൾ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്ത് നിൽക്കട്ടെ. അത് നമ്മൾ സെക്കൻഡറി സെക്ടറായ മാനുഫാക്ചറിങ് യൂണിറ്റിൽ എത്തിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമില്ലേ? ഇനി ഈ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ശർക്കര ഉൽപ്പാദിപ്പിച്ചെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഗോഡൗൺ വേണ്ടേ? ഈ സ്റ്റോർ ചെയ്യാനായിട്ട് ഗോഡൗൺ ഉണ്ട്. അവിടുന്ന് പിന്നെ സെല്ലറിലേക്ക് എത്തിക്കണമെങ്കിൽ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വേണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ വേണം. അതുപോലെ നമുക്ക് ക്യാഷ് ഫ്ലോയും വേണം, അല്ലേ? ഇങ്ങനെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും സുഗമമായിട്ട് വർക്കാവുള്ളൂ. ഇത് സെല്ലറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ സെല്ലർ വേണം ആൾക്കാരുടെ ഇടയിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ. ശർക്കര നമ്മളൊരു പലചരക്ക് കടയിൽ നിന്നല്ലേ മേടിക്കുന്നത്. അപ്പൊ ഒരു സെല്ലർ വേണം, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, ഗോഡൗൺ വേണം. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്കൂടെ സംഭവിച്ചാൽ മാത്രമേ ഒരു പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അത് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുള്ളൂ. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സെക്ടറുകളെയാണ് ടെർഷ്യറി സെക്ടർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം പൈസ വേണം. അതുകൊണ്ടാണ് ബാങ്കിങ് അതിന്റെ ഒരു എക്സാമ്പിൾ ആവുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, സ്റ്റോറേജ് സ്പേസ്, അതുപോലെ സെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു കച്ചവടക്കാരൻ വേണം ഈ സാധനങ്ങൾ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ. പിന്നെ വേറെ കുറെ സർവീസ് സെക്ടറുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ മുടി വെട്ടണമെങ്കിൽ നമുക്ക് ഒരു ബാർബർ വേണം. നമുക്ക് മെഡിക്കൽ ആവശ്യത്തിന് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ ആര് വേണം? ഡോക്ടർ വേണം. അതുപോലെ നമുക്ക് വീട് പണിയണമെങ്കിൽ അവിടെ ഒരു എഞ്ചിനീയർ വേണം. അപ്പൊ ഇങ്ങനെയുള്ള പല പല മേഖലകളും ഈ സർവീസ് സെക്ടറിൽ പെടുന്നതാണ്. അതായത് സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കണം, പ്രൈമറി സെക്ടറിനെ സെക്കൻഡറി സെക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സെക്ടറാണ്. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് സർവീസ് ചെയ്യുന്ന ഏത് സെക്ടറും സർവീസ് സെക്ടറായിട്ടാണ് അറിയപ്പെടുന്നത്.